Yes, Shabina. Good afternoon, sir. Yes, good afternoon. Rishmi Mohan, good afternoon. Lisa, good afternoon. Yes, Anisha. Okay, let us start. Good afternoon, sir. Yes, good afternoon, Nishanti. Okay, Shabina, let us start. അപ്പോൾ നമ്മൾ ടെൻസുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ സൂചിപ്പിച്ചത് 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ഈ 12 ടെൻസിലല്ലാതെ ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വാചകം വരികയാണെങ്കിൽ അത് ഈ 12 ടെൻസിൽപ്പെട്ട ഏതെങ്കിലും ഒരു ടെൻസിന്റെ പാസീവ് വോയിസ് ആയിട്ട് എഴുതിയിട്ടുള്ളതായിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ അകത്ത് സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ പാസീവ് വോയിസ് പറയും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം, ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ B3 മൂന്നാമത്തെ ഫോം എഴുതണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. യു ആർ കോൾഡ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് വിളിക്കുകയാണെങ്കിൽ അകത്ത് എന്ന് പറയുമ്പോൾ യു ആർ കോൾഡ്. അപ്പൊ യു സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിൽ ആറുണ്ട്. കോൾ എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യു ആർ കോൾഡ്. നിങ്ങളെ വിളിക്കും. യെസ്. പിന്നെ നമ്മൾ നോക്കുന്നത് അടുത്തൊരു ടെൻസിലേക്ക് നമുക്ക് പോവുകയാണ്. അടുത്ത ഒരു ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോ ഒരു വാചകം ഞാൻ പറയാം. I saw SAW I saw a Hindi film. I saw a Hindi film. I saw a Hindi film. Okay. Anushanti. Yes, sir. Okay. ഈ സെന്റൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ 12 ടെൻസ് ഫോമിൽ ഏതുപോലെ എഴുതിയിരിക്കുന്നത് പറയാം. കണ്ടു എന്നല്ല, ഇതോ? ഞാൻ സിനിമ കണ്ടു എന്നല്ലേ. അപ്പൊ അതെ. I saw a Hindi film. പാസ്റ്റ് ടെൻസ് അല്ലേ? കണ്ടു. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. 4 ടൈപ്പ് പാസ്റ്റ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനകത്ത് ഒരു ING കൂടി വരൂലേ? ഇതിനകത്ത് ING ഇല്ലല്ലോ. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് അല്ല. പിന്നെ ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനകത്ത് ഹാസ് അല്ലെങ്കിൽ ഹാവ് വരൂലേ? അല്ല, ഹാഡ് വരൂലേ? അപ്പൊ അതുപോലെ ഏറ്റവും ആദ്യത്തേനോടുകൂടെ പറയൂ ലക്ഷ്മി മോഹൻ, ഏതായിരിക്കും അത്? Simple past. സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, ഓക്കെ. നിഷാദ് സിമ്പിൾ പാസ്റ്റ് ആണ്. പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എന്ത് വേണമെങ്കിലും പറയാം. സിമ്പിൾ പാസ്റ്റ് ആവാം, പാസ്റ്റ് കണ്ടിന്യൂസ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവാം. 4 പാസ്റ്റ് ഉണ്ട്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫ്യൂച്ചർ ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ആവാം, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവാം. 4. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നമുക്ക് പറയാം, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐസോ ഹിന്ദി ഫിലിം എന്നല്ല പറഞ്ഞത്. ഐ സബ്ജക്റ്റ് ആണ്, സി പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്, SEEC കാണുക. അതിന്റെ പാസ്റ്റൻസ് ആണ് SAW കണ്ടു. അപ്പോ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റൻസ് വന്നിരിക്കുന്നു. നമുക്കിത് പറയാം, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെ if the given sentence is simple past, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ വേറൊരു രീതിയാണ്. അതെങ്ങനെയാണത്? ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് എഴുതണം. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല അത് തന്നെ. അതായത് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അതിനോടൊപ്പം തന്നെ ദേ എന്നാണെങ്കിൽ ദം ആവും, യു എന്നാണെങ്കിൽ യു തന്നെ മതി, ബി എന്നാണെങ്കിൽ അസ് ആവും, ഐ എന്നാണെങ്കിൽ മീ ആവും, ഹി ആണെങ്കിൽ ഹിം ആവും, ഷീ ആണെങ്കിൽ ഹെയർ ആവും. അതൊക്കെ സെയിം തന്നെ. വേറൊരു ബേസിക് ആയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിലും വാസ് അല്ലെങ്കിൽ വേണം. ഇതിലേതെങ്കിലും ചേർക്കും. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറായി. ഇവിടെ വന്നു ചേഞ്ചസ് ഉണ്ട്. ഒന്നുകിലും വാസ് അല്ലെങ്കിൽ വേണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. വെർബിന്റെ മൂന്നാമത്തെ ഫോം. അപ്പോഴാണ് കറക്റ്റ് ആവുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഐ സോ എ ഹിന്ദി ഫിലിം. ഞാനൊരു ഹിന്ദി ഫിലിം കണ്ടു. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. എന്ത് കണ്ടു? എ ഹിന്ദി ഫിലിം. കിട്ടിയല്ലോ ഓബ്ജക്റ്റ്. അപ്പൊ അത് ആദ്യം വേണ്ടി എ ഹിന്ദി ഫിലിം. പിന്നെ വാസ് അല്ലെങ്കിൽ വേർ. ഫിലിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരെണ്ണമാണ്. അപ്പൊ വാസ് ചെയ്യുന്നത്. എ ഹിന്ദി ഫിലിം വാസ്. ഇനി വേണ്ടത് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കണ്ടുപിടിക്കണം. സി കാണുക, പാസ്റ്റ് ടെൻസ് ആണ് സോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? സി. അപ്പൊ എന്ത് വരും? എ ഹിന്ദി ഫിലിം വാസ് സീൻ ബൈ മീ. ഇതാണ് എന്റെ കറക്റ്റ് ആൻസർ. എ ഹിന്ദി ഫിലിം വാസ് സീൻ ബൈ മീ. നിങ്ങൾ എഴുതി വെച്ചു. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്. അതിന്റെ ഇടയിൽ എഴുതുക ഓബ്ജക്റ്റ് പ്ലസ് passive voice of simple past. Passive voice of simple past. And that is the object plus OBJECT. Object plus was or were. Was എന്നിട്ട് ഒരു സ്ലാഷ് വരച്ചിട്ട് വേറെ was or were. Was or were. പ്ലസ് വെർബ്. വി വെർബ് എന്നുള്ളതിന് വി ഇട്ടാൽ മതി. വി ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, പിടി കിട്ടിയല്ലോ. ഒബ്ജക്റ്റ് കണ്ടുപിടിച്ച് വാസ് അല്ലെങ്കിൽ വേറെ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതി. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന വെർബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ്. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ്. എളുപ്പമല്ലേ? സിമ്പിൾ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന വാചകത്തിന് ഞാൻ ഒന്നുകൂടി പറയാം. എ ഹിന്ദി ഫിലിം വാസ് സീൻ ബൈ മീ. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഒന്നിട്ട് ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റുന്നത് എഴുതിക്കോ. മാക്ബത്ത്, MACBETH, Macbeth. Killed, KILLED, killed. Duncan, D capital DUNCAN, Duncan. ഒന്നുകൂടെ വിളിക്കോ. രണ്ടാമത്തെ വാചകം ശ്യാം, SHYAM, ശ്യാം. Painted, PAINTED, painted a tree. Sham painted a tree.
ഓക്കെ, എഴുതിക്കോ. കഴിയുമ്പോ പറഞ്ഞാൽ മതി. ഓക്കെ, കഴിഞ്ഞോ? ജിബിൻ ജോൺസൺ. യെസ്. ലക്ഷ്മി മോഹൻ. സർ. ആദ്യത്തെ വായിക്ക്, അതിന്റെ ആൻസർ വായിക്കും. മാക്ബത്ത്. കേട്ടില്ല, എനിക്ക് ആ വാക്ക് കിട്ടിയില്ല, അതെന്തായിരുന്നു? മാക്ബത്ത് killed Duncan. Duncan was killed by Macbeth. Macbeth. Correct. Very good. Okay. Duncan was killed by Macbeth. ഈ ഡങ്കനും മാക്ബത്തും ആരാണെന്ന് അറിയോ? ഇല്ല. ആർക്കെങ്കിലും? യെസ്, അരുല്ല. യെസ്, ഈ ഡങ്കനും മാക്ബത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ഒരു നാടകം. പല നാടകങ്ങളുണ്ട്, രണ്ടായിട്ടാണ് പുള്ളിയുടെ നാടകങ്ങൾ വിഭജിക്കുന്നത്. ഒന്ന് ദുരന്ത പര്യവസാനിയായിട്ടുള്ളതും, പിന്നെ ദുരന്ത പര്യവസാനിയല്ല, കോമഡി ആൻഡ് ട്രാജഡി. അത് ട്രാജഡിയിൽ അവസാനിക്കുന്ന ഒരു നാടകമാണ് ഈ മാക്ബത്ത്. അപ്പൊ ആ മാക്ബത്ത് എന്ന് പറയുന്ന നാടകത്തിലെ ഒരു സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്താണ് കഥ നടക്കുന്നത്. അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ പേരാണ് ഡങ്കൻ. അവിടുത്തെ രാജാവിന്റെ പേര് മാക്ബത്ത്. അദ്ദേഹത്തിന്റെ സേനാനായകനാണ് മാക്ബത്ത്. യെസ്, ഇതിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വെറുതെ ജനറൽ ആയിട്ട് ചോദിക്കുകയാണ്. ഒരു കുറ്റകൃത്യം ചെയ്യാൻ ധൈര്യം കൂടുതൽ സ്ത്രീകൾക്കാണ് പുരുഷനാണ്? ഒരു കുറ്റകൃത്യം ചെയ്യാൻ ധൈര്യം കൂടുതൽ സ്ത്രീകൾക്കാണ് പുരുഷനാണ്? നിങ്ങളുടെ അഭിപ്രായം? സ്ത്രീകളാണെന്ന് അനുമോള് പറയുന്നത്, കൃഷ്ണൻ സ്ത്രീകളാണെന്ന് പറയുന്നത്, അനുശാന്തി, ഷാബിന ഇവരൊക്കെ പറയുന്നത്, അജ്മല പറയുന്നത് സ്ത്രീകൾക്കാണ് ധൈര്യം കൂടുതൽ. യെസ്,
അതാണ് ഈ നാടകത്തില് ഷേക്സ്പിയർ പറയുന്നത്. പക്ഷേ ദാറ്റ് ഈസ് വെരി ഗോഡ്. ദാറ്റ് ഈസ് രശ്മി പറഞ്ഞ കറക്റ്റ്. യെസ്, ചെയ്യുന്നത് വരെയുള്ളൂ സ്ത്രീകൾ. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഓക്കെ 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 ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ധൈര്യം കാണിക്കുന്ന ആരാണ്? പുരുഷന്മാരാണ്. യെസ്, ഇതാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ 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 അതില്ലാത്ത പറയുന്നുണ്ട്. യെസ്, ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളെ ലേഡീസിനെയൊക്കെ കൂടുതൽ ധൈര്യം കാണിക്കുന്ന ആരായിരിക്കും? പുരുഷന്മാരായിരിക്കും. സ്ത്രീകൾ പതറിപ്പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പോലീസുകാരൊക്കെ വിളിച്ച് സ്ത്രീകൾ വിളിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞ് സത്യം മനസ്സിലാക്കും. നമ്മ എത്ര ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു പതർച്ച അവർക്ക് പറ്റും. യെസ്, പതറി. യെസ്, ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അത് കുറച്ചധികം ഉണ്ട്, അവിടെ നിൽക്കട്ടെ, പിന്നീട് പറയാം. മെഹ്റുന്നീസ, രണ്ടാമത്തെ സെന്റൻസ്, ശ്യാം പെയിന്റഡ് എ ട്രീ. അതിന്റെ പാസീവ് വോയിസ് എന്ത് വരും? യെസ്, കൃഷ്ണപ്രിയ. നിത. മെഹ്റുന്നീസ് പറഞ്ഞോളൂ. മെഹ്റുന്നീസ് രണ്ടാമത്തെ ആൻസർ. ഹലോ സാർ. രണ്ടാമത്തെ ആൻസർ എന്ത് വരും? കേൾക്കുന്നില്ലേ? ഹലോ ഹലോ കേൾക്കാമോ മെഹ്റുന്നീസ? കേൾക്കുന്നുണ്ടോ? സ്പീക്കറിലോട്ട് ഇട്ടേ. ഹലോ. കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ. A tree was painted by Shyam. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. A tree was painted by Shyam. A tree was painted by Shyam. കറക്റ്റ് കറക്റ്റ്. യെസ്, അടുത്ത് പറയണ്ട. ശരിക്കും they made MAD, made these THESC, these boats, BOATS. They made these boats a year ago. YEAR, year ago. They made these boats a year ago. രണ്ടാമത്തെ വാചകം, രണ്ടാമത്തെ സെന്റൻസ്, somebody, SOMEBODY, somebody wrote, WROT, wrote this book last year. Somebody wrote this book last year. Okay, very good.
എഴുതി കഴിയുമ്പോൾ സൈൻ വിട്ടേക്കണേ. വിഷ്ണുപ്രിയക്ക് അതിന്റെ ചാൻസ്. വിഷ്ണുപ്രിയ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വിഷ്ണുപ്രിയ 6 വന്നിട്ട് തെറ്റിപ്പോയി. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച്. അവിടെയാണ് തെറ്റിയേക്കണം. ബാക്കിയൊക്കെ കറക്റ്റാണ്. കൃഷ്ണപ്രിയ സിമ്പിൾ അല്ല, അതല്ല 6ലാണ്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിലോട്ട് പോയി. സിമ്പിൾ പാസ്റ്റിന്റെ ആണ്. ഇപ്പൊ ശരി. അപ്പൊ നമുക്ക് ആൻസർ വായിക്കാം. They made these boats എന്നുള്ളത് boats a year ago എന്നുള്ളത് these boats were made by them a year ago, അല്ലെങ്കിൽ these boats were made a year ago by them. Yes. അടുത്തത് നിത. യെസ്. ദിവ്യ പോൾ. അനിത എഴുതുന്നുണ്ട്. The book was written by somebody last year. കറക്റ്റ് ആണ് കേട്ടോ. Somebody wrote this book last year എന്നുള്ളതാണ്. This book was written last year by somebody എന്ന് എഴുതാം. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകത്തിന്റെ, സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി സിമ്പിൾ പാസ്റ്റ് തന്നെ, പക്ഷെ ഒരു സ്റ്റൈല് മാറ്റിയാണ്. കുറച്ചുകൂടി നിങ്ങളത് ആലോചിച്ചതാണ്. സിമ്പിൾ ആണ്, ഒന്നുകൂടി ആലോചിക്കും. യെസ്. ചോദ്യം ഇതാണ്. ഡിഡ് അജ്മലക്കാണ് ചാൻസ്. ഡിഡ് എനിബഡി ANYBODY anybody disturb 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 him an hour HOUR an hour ago 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 question mark. Yes, ഇതാണ് സെന്റൻസ്. Did anybody disturb him an hour ago? ഇതാണ് ചോദ്യം. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം.
Okay, Nida. Yes. Where are they? Okay, Mehrun Nisa. Okay. Srayamol. Yes. Okay. If we are in it, answer to the Parayata. Did anybody disturb him and ever? അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സംശയം തോന്നാൻ ഡിസ്റ്റർബ്ഡ് എന്നില്ലല്ലോ, ഡിസ്റ്റർബ് എന്നല്ലേ ഉള്ളൂ എന്നൊരു സംശയം ഒരുപക്ഷെ തോന്നും. ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴല്ലേ പാസ്റ്റൻസ് വരിക, ഡിസ്റ്റർബ് എന്ന് പ്രസന്റ് ചെയ്യുന്ന സംശയം ആർക്കെങ്കിലും തോന്നാം. അപ്പൊ അവരോട് ഞാൻ പറയുകയാണ്, ഡിറ്റ് കഴിഞ്ഞ് ഉള്ള വാചകത്തിൽ പിന്നെ പ്രസന്റൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റൻസിന്റെ അർത്ഥം കിട്ടിക്കൂടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഡിറ്റ് ഉണ്ടല്ലോ, ഒരു ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഡിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഡിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡിസ്റ്റർബ്ഡ് എന്ന് പറയണ്ട, ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ മതി. അത് പാസ്റ്റ് തന്നെയാണ് അത്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. ഓബ്ജക്റ്റ് ഏതാണ്? ആരെങ്കിലും അവനൊരു മണിക്കൂർ മുമ്പ് ശല്യം ചെയ്തോ? ആരെ ശല്യം ചെയ്യാൻ? അവനെ. അപ്പൊ ഹിം എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. ആ ഹിം എന്നുള്ള ഓബ്ജക്റ്റ് നമ്മൾ ഇങ്ങോട്ട് സബ്ജക്റ്റ് ആയിട്ട് മാറ്റുകയാണ്. ഹി എന്നായിരിക്കും മാറ്റും, ഹി. പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ, ഹിയുടെ കൂടെ എന്ത് വരും? വാസ്. പിന്നെ ഡിസ്റ്റർബ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡിസ്റ്റർബ്ഡ്. അപ്പൊ ഹി വാസ് ഡിസ്റ്റർബ്ഡ് ആൻഡ് അവർ എഗോ എന്നാണ് വന്നേക്കുന്നത്. ഹി വാസ് ഡിസ്റ്റർബ്ഡ് ആൻഡ് അവർ എഗോ. പക്ഷെ അത് കറക്റ്റ് ആയിട്ടില്ല, കറക്റ്റ് ആവണമെങ്കിൽ ചോദ്യം നോക്കിയേ. ചോദ്യത്തിൽ ഡിറ്റ് ആദ്യം വന്നിട്ട് അതൊരു ചോദ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഡിറ്റ് ആദ്യം വന്നു. അതുപോലെ തന്നെ ഇതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോഴും ഓക്സിലറി വെർബും ആദ്യം വരും. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസറിൽ കാണുന്ന ഓക്സിലറി വെർബ് ഏതാണ്? വാസ്. ആ വാസ് ആദ്യം പറയണം. അപ്പൊ എന്ത് വരും? വാസ് ഹി ഡിസ്റ്റർബ്ഡ് ആൻഡ് അവർ എഗോ. അതാണ് എന്റെ ആൻസർ. വാസ് ഹി ഡിസ്റ്റർബ്ഡ് ആൻഡ് അവർ എഗോ. സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ചിന്തിച്ചാൽ അതിനെ കറക്റ്റ് ചെയ്യാം. ഞാൻ വേറെ ഒരു സാധനം തരാം. They did not, they did not help her last month. They did not help her last month. Yes, very good. Okay, we're going to listen. Okay, no more Kevin. Okay, Sayamur.
Okay, Jubala, correct. Yes, correct. Okay, Anushanti, correct. About the answer like yeah. Chodhya Uduri Vaikian. They did not help the last month. അവര് കഴിഞ്ഞ മാസം അവളെ സഹായിച്ചില്ല. ആരെ സഹായിച്ചില്ല? അവളെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഹർ എന്നുള്ളത് ഓബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അതിന് ഇങ്ങോട്ട് വരുമ്പോ എന്തായി? ഷീ പിന്നെ വാസ് പിന്നെ ഡിഡ് നോട്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നോട്ട് എഴുതും. ആ നോട്ട് എന്നാണ് എഴുതാം. ഷീ വാസ് നോട്ട് ഹെൽപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത്. ഷീ വാസ് നോട്ട് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത് ബൈ ദം. വേറൊരു മോഡല് didn't, DIDN apostrophe T, didn't, DIDN apostrophe T, didn't ഇത് അനുശാദിക്കണേ. didn't anybody iron the shirt 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 yesterday. ഒന്നുകൂടി പറയാം. Didn't anybody iron the shirt yesterday? Didn't anybody iron the shirt yesterday? Okay, reward. Okay, Srayam word. ഓ അനുമോളെ ഒന്നുകൂടി അനുശാന്തി ഒന്നുകൂടി നോക്കി. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ സ്റ്റൈലിൽ തന്നെ ആക്കുന്നു. യെസ്, ഷാബിന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് തുടക്കത്തിലെ. യെസ്, നോക്കിയേ. ഓക്കെ നമുക്ക് റെഡിയാക്കാം. നോക്ക്. ഓക്കെ വിഷ്ണുപ്രിയ. യെസ്, ഓക്കെ. അപ്പൊ നോക്ക്. Didn't anybody
ironed the shirt yesterday. ആരും ഇന്നലെ എന്റെ ഷർട്ട് അയൺ ചെയ്തില്ലേ? അപ്പോ എന്ത് അയൺ ചെയ്യാനാണ്? ഷർട്ട്. ഒബ്ജക്റ്റ് ഷർട്ട് കിട്ടി. എന്ത്, ആരെങ്കിലും എന്ത്. അപ്പൊ ഷർട്ട്. പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ വാസ്. പിന്നെ വാസ് നോട്ട് എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ആ നോട്ട് ഇവിടെ ചേർക്കാം. അപ്പൊ ഷർട്ട് വാസ് നോട്ട്. ആ വാസ് നോട്ടും അടുത്തടുത്ത് എടുക്കുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് കൂടി യോജിപ്പിച്ചിട്ട് വാസിന്റെ എന്താക്കാം? ഷർട്ട് വാസിന്റെ അയേൺഡ്, IRONED, അയേൺഡ് എസ്റ്റർഡേ. ഷർട്ട് വാസിന്റെ അയേൺഡ് എസ്റ്റർഡേ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബും നോട്ടും ആദ്യമാണ് വന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഓക്സിലറി വെർബും നോട്ടും ആദ്യം കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും? വാസിന്റെ എന്നുള്ളത് ആദ്യം എഴുതുക. വാസിന്റെ ദ ഷർട്ട് അയേൺഡ് എസ്റ്റർഡേ. വാസിന്റെ ദ ഷർട്ട് അയേൺഡ് എസ്റ്റർഡേ. വേറൊരു മോഡൽ. ഡിഡ് യു believe, BELIEVE, believe them. Did you believe them? That's a question mark. Yes, okay. Okay, Nidha. Okay, Animal, correct. Let me buy you Nigiko. Okay, Krishnapriya, correct. Animal can correct. Yes. Sabina, believed, past participle. Maronisa, past participle, believed. Beloved, believe, Vishusikia. Beloved, okay. Yes, simple past in there, passive voice of Sanipikianum. Yes, the tense, no problem. Yes, you kind of some of the depot. The order what show the Jochu. I show the Marabudi Baraju. Yes. By the other end, do the balance of protector. Similar to the Adi Churian. I showed it in him. R in the Varina lecture to do the Utramana Vanda the Baraju. Upon the other end, Samia Guru like to the Gather Boya. Yes, I showed the Vidana. Unamata Chodi Vidana. The biggest country in the world. The biggest country in the world. Russia. It's the correct answer. Very good, very good. Indo, correct answer. Macron is the correct answer.
യെസ്. ഓക്കെ. കറക്റ്റ്. അടുത്തത് എ ഹാർഡ് ഡ്രൈ ബിസ്ക്കറ്റ്. A hard dry biscuit. Okay, Krishnapriya, correct. Manju, Anu, correct. The answer is rusk. Rusk and hard dry biscuit. Okay. Correct answer. And the Chodyam. A reddish brown substance that forms on iron or steel. Okay, Tindo, correct answer. Makrunisa, Nita, Ajumala, correct answer. That is called rust. RUST, rust. Correct. Yeah, section last another word for merciless. Another word for merciless. Okay, correct answer. Ruthless. Merciless എന്ന് പറയുമ്പോൾ ruthless എന്ന് പറയാം. Merciless, ruthless. Correct answer. Yes. അപ്പോൾ ഇതിന് ഞാൻ പോയിന്റ് രേഖപ്പെടുത്തിയില്ല. ഇനി പറയുന്നതിന് ഞാൻ പോയിന്റ് രേഖപ്പെടുത്തുന്നതാണ്. യെസ്. അടുത്ത ചോദ്യങ്ങളുടെ നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എച്ച് എന്നും രണ്ടാമത്തെ ലെറ്റർ ഇ എന്നുമാണ്. എച്ചിലും ഇയിലും ആരംഭിക്കുന്ന ചോദ്യങ്ങളാണ്, ആൻസേഴ്സ് ആണ് നിങ്ങൾ പറയുന്നത്. എച്ച് ഹെഡ്, ഇ എലിഫന്റ്. ഫസ്റ്റ് ലെറ്റർ ഇസ് എച്ച്, നെക്സ്റ്റ് ലെറ്റർ ഇസ് ഇ. യെസ്. ആദ്യത്തെ മൂന്ന് പേരെ നമുക്ക് പരിഗണിക്കാം. ചോദ്യം ഇതാണ്, സിമ്പിൾ. A title that appears at the top of a news or article. Anumol Nida Shabina. Anumol Nida Shabina. Correct answer, Anna. The answer is heading. A heading. Second question. A place often described as full of sufferings and fire. Pindo, Krishna, Makrunisa. Pindo, Krishna, Makrunisa. നിങ്ങൾ പറയാനായിട്ട് വൈകിയാണെങ്കിൽ ഇറ്റ് ഇസ് ആൻ ഇമാജിനറി പ്ലേസ് എന്നൊരു ക്ലൂ തരാന്ന് വിചാരിച്ച് ഞാൻ നിൽക്കാം. അപ്പോൾ ടിൻഡോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. യെസ്, കറക്റ്റ് ആണ്. എ പ്ലേസ് വെയർ പ്ലേസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് ഫുൾ ഓഫ് സഫറിങ്സ് ആൻഡ് ഫയർ. യെസ്. ദി ബാക്ക് പാർട്ട് ഓഫ് ദി ഫുഡ്, FWD. Lakshmi, Krishna, Ajmala. Lakshmi, Krishna, and Ajmala. Correct answer, Anna. That is called heel. Heel or chirippu that we say. That is correct. Next question. What you offer when someone is in need? NED, need. Makrunisa, Anumol, Tindo. Makrunisa, Anumol, and Tindo. Correct answer, Anna. The answer is help. Now offer enough with the help by you. Yes. Another. A place believed to be full of peace and happiness. Anumol, Krishnapriya, Shabina. Anumol, Krishna, and
ഷാബിന. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഹെവൻ, സ്വർഗം. ദാറ്റ് ഈസ് ആൾസോ ആൻ ഇമാജിനറി പ്ലേസ്. അടുത്തത് ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹാഫ് ഓഫ് ദി എർത്ത് ഡിവൈഡഡ് ബൈ ഇക്വേറ്റർ. ഹാഫ് ഓഫ് ദി എർത്ത്. മെഹ്റുന്നീസ, നിദ, ടിൻഡോ. മെഹ്റുന്നീസ, നിദ ആൻഡ് ടിൻഡോ. കറക്റ്റ് ആണ്. ഹെമിസ്ഫിയർ, ഹെമിസ്ഫിയർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് കറക്റ്റ്. അടുത്തത് ഓക്കെ നിഷാന്തി, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, മെഷർമെന്റ് ഫ്രം ബേസ് ടു ടോപ്പ്. മെഹ്റുന്നീസ, ലക്ഷ്മി, നിദ. മെഹ്റുന്നീസ, ലക്ഷ്മി ആൻഡ് നിദ. യെസ്, ഓക്കെ 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 ഓക്കെ. ഫ്രം ബേസ് ടു ഹൈറ്റ് വരുമ്പോൾ, അല്ല ബേസ് ടു ടോപ്പിലിട്ട് വരുമ്പോൾ ദാറ്റ് മെഷർമെന്റ് ഈസ് ഹൈറ്റ്, ഹൈറ്റ് ആണ്. അടുത്തത് സിമ്പിൾ ആണ്. എ നാച്ചുറൽ ഡൈ യൂസ്ഡ് ഫോർ ബോഡി ആർട്ട് ആൻഡ് ഹെയർ കളറിംഗ്. അനുമോൾ, മെഹ്റുന്നീസ, ശ്രേയാമോൾ. അനുമോൾ, മെഹ്റുന്നീസ ആൻഡ് ശ്രേയാമോൾ. ഹെന്നയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഹെന്ന, ഹെന്ന. ഓക്കെ നിഷാന്തി, ഹെന്ന. യെസ്. അടുത്തത് അർത്ഥം മനസ്സിലായിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. എ ട്രൈറ്റ്, TRAIT, trait. A trait passed down from parents to children. From parents to children. പേരുണ്ട്. കൃഷ്ണ, ടിൻഡോ, മെഹ്റുന്നീസ. കൃഷ്ണ, ടിൻഡോ ആൻഡ് മെഹ്റുന്നീസ. ഹെറിഡിറ്ററി, അവയുടെ അതാണ് പാരമ്പര്യം, അതാണ് മാതാപിതാക്കന്മാരിൽ നിന്ന് മക്കളിലേക്ക് വരുന്ന സംഗതി. The answer is hereditary. Yes. Next question. A medical condition where an organ pushes through a weak spot. A medical condition where an organ pushes through the weak, WEAK, weak spot. ഇതിന് ഓപ്പറേഷനെ പ്രതിവിധി ഉള്ളൂ. അത് ഞാൻ പറയുന്നത് ക്ലൂ ആണ്. കൃഷ്ണപ്രിയ, മെഹ്റുന്നീസ, നിദ. കൃഷ്ണപ്രിയ, മെഹ്റുന്നീസ ആൻഡ് നിദ. The answer is hernia. കറക്റ്റ് ആൻസർ ആണ്. ഹെർണിയ കേട്ടോ. പുഷസ് ത്രൂ, നമ്മുടെ വൻകുടല അത് പുറത്തേക്ക് ചാടുന്നൊക്കെ പറയാറില്ലേ, ഹെർണിയ. Yes. A gas that makes balloon float. Mehrunisa, Krishnapriya, Indo. Mehrunisa, Krishnapriya and Indo. Yes, very good, very good. അപ്പൊ ഞാൻ നോക്കിയില്ലേ, മെഹ്റുന്നീസയും കൃഷ്ണപ്രിയയും ഇട്ടിട്ടൊക്കെ PSC പരീക്ഷയ്ക്ക് കയറി വരൂട്ടാ. യെസ്. അടുത്തത് ആദ്യം കയറി പറയുന്നുണ്ടേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. അടുത്ത ചോദ്യം ഷേപ്പാണ്. എ ഷേപ്പ് വിത്ത്
6 sides. SIDS, sides, washable. Mehrunisa, Tindo, Nida. Mehrunisa, Tindo, and Nida. Correct answer ആണ് hexagon. Hexagon ആണ് answer. Next question. Something that weighs, WEIGHS, weighs a lot. Something, Mehrunisa, Tindo, Nida. Mehrunisa, Tindo, and Nida. Yes. ഒരു ചോദ്യം കൂടി ചോദിക്കാം. A person who inherits, INHERITS, a person who inherits wealth or a title. Head അല്ല, head അല്ല, വേറൊരു പേരുണ്ട്. Healthy അല്ല. A person who inherits wealth or a title. Title of the family. Yes. Endalla, Shabina. A person who inherits wealth or a title. Yes. Nida, Sayamol, Mehrunisa. Nida, Sayamol, and Mehrunisa. Yes. Okay. ചോദ്യങ്ങൾ ഇനിയുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ചോദിക്കാം. ഓക്കെ. നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് ചോദ്യങ്ങളോട് പ്രതികരിച്ചു. വെരി ഗുഡ്. ഓക്കെ ശ്രേയാമോൾ. അപ്പൊ അച്ചുമല 1 point കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി 2 point കിട്ടിയിട്ടുണ്ട്. ശ്രേയാമോൾ 2 point കിട്ടിയിട്ടുണ്ട്. ഷാബിന 2 point കിട്ടിയിട്ടുണ്ട്. അനുമോൾ 4 point കിട്ടിയിട്ടുണ്ട്. കൃഷ്ണ 6 point കിട്ടിയിട്ടുണ്ട്. 6 point കിട്ടിയിട്ടുണ്ട്. ടിൻഡോ 7 point കിട്ടിയിട്ടുണ്ട്. 7 point. നിതയ്ക്കും 7 point കിട്ടിയിട്ടുണ്ട്. 7 point കിട്ടിയിട്ടുണ്ട്. മെഹ്റുന്നീസയാണ് ടോപ്പ് സ്കോറർ. 11 point. 11 point മെഹ്റുന്നീസന് കിട്ടിയിട്ടുണ്ട്. പോയിന്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ചിലപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് കുറവുകൊണ്ടൊക്കെ ആയിരിക്കാം. അനുമോളൊക്കെ പുറയിലൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. യെസ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. We will meet in the next class. Okay. Thank you, sir. Okay. Predict.